നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. എവിടെ പോയി കുറേ ദിവസമായാലോ കണ്ടിട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. വീണ്ടും ക്യാമറയ്ക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. ഇപ്പോഴും ഏകദേശം ഒരു ഊഹം വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യണേ കേട്ടോ. കാരണം ക്യാമറയുടെ ഡിസ്പ്ലേ ഒക്കെ പോയി. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ നമുക്ക് വീഡിയോ എടുക്കുന്നത് കാണാൻ പറ്റാണ്ട് ഷൂട്ട് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നന്നാക്കാൻ കൊടുത്താലും ഒത്തിരി സമയം എടുക്കും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. പിന്നെ ഞാൻ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി, ക്യാമറയൊക്കെ കേടായി പോയപ്പോൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ജീവനാണ് ക്യാമറ. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കേടായി പോവുക, ഓരോ കാര്യങ്ങൾ വരിക, മെന്റലി എനിക്ക് ഡൗൺ ആവാൻ ഇത്തിരി കുഞ്ഞു കാര്യം മതി. അതിൻ്റെ കൂട്ടത്തിൽ ഇതായപ്പോൾ ഇത്തിരി ഒന്ന് കൂടി. അപ്പോൾ അതാണ്. അപ്പം എന്താണ്, ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെയാണ് വീഡിയോ എടുക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ ആമസോണായിട്ട് ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ആമസോണിൽ ഇപ്പം അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബ്രാൻഡ് സെയിൽ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 13 വരെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 40% ഡിസ്കൗണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു 10% ഡിസ്കൗണ്ടും കിട്ടാനുള്ള ഒരു അവസരമാണ്. അതേപോലെ നിങ്ങൾ പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 10% ക്യാഷ് ബാക്ക് ഓഫറും ഈ ഒരു സെയിൽ നടക്കുന്ന സമയത്ത് കിട്ടും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ങിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് എൻ്റെ കുറച്ച് സൺസ്ക്രീൻസ് ആണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ലോഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് സൺസ്ക്രീനുകൾ മാറി മാറി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു 4-5 കൊല്ലമായിട്ട്. അപ്പൊ അതിലെ ഏകദേശം ഒരു കൊല്ലമായിട്ട് 2024 തുടക്കം മുതലേ 2025 ഇപ്പം പകുതി ഒന്നും ആയിട്ടില്ല തുടങ്ങി. അപ്പൊ ഇതുവരെ സ്ഥിരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്, ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഫോക്സ്ടെയിൽ ആണ്. ഫോക്സ്ടെയിലിന്റെ തന്നെ 3 സൺസ്ക്രീനാണ് മൂന്നെണ്ണം എനിക്ക് കാണിച്ചു തരാനുണ്ട്. ഇതേ 3 ഒരു യെല്ലോ, ഓറഞ്ച്, പിന്നെ ഒരു ലെമൺ ഷെയ്ഡ്. 3 തരമാണ് കേട്ടോ, ഒക്കെ ഒന്നല്ല, 3 തരമാണ്. ഇത് 3 ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അടിപൊളിയാണ്. അതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ യെല്ലോ സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണിൻ്റെ ആയിട്ട് പറയാം. അത് ഫോക്സ്ടെയിൽ ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇത് ഇതിന് മുകളിലൊക്കെ പോയി ഉപയോഗിച്ച് SPF 70 ആണ് ഈ സൺസ്ക്രീൻ ഉള്ളത്. ഇത് എന്താ പറയുക, കുറച്ചൊരു ഗ്ലോയിങ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ എന്താ പറയുക, നല്ല ഒരു ഗ്ലോ തരുന്ന സൺസ്ക്രീൻ ലോഷനാണ്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മൾ ഇട്ടിട്ടുണ്ടെന്നൊന്നും തോന്നില്ല. അതുപോലെ തന്നെ SPF 70 എന്നൊക്കെ പറയുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. സ്കിൻ കെയറിൻ്റെ കാര്യമായാലും അതേപോലെ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാറുള്ള ആളാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം മുഖത്തൊന്നും ഇടണില്ല. കാരണം എന്താ വെച്ചാൽ ഈ സൈഡിലൊക്കെ എന്തോന്നറിയില്ല, മൂക്കുരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ അടക്കം ഇപ്പോൾ കുറച്ച് ഏകദേശം ഒരു 2 ആഴ്ചയായിട്ട് നിർത്തി വെച്ചേക്കാണ്. ജനുവരി പകുതിയോട് കൂടിയിട്ട് ഒരു കാര്യമില്ലാണ്ട് കുറേ മൂക്കുരു ദേ ഇവിടെയൊക്കെ വരുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. ഇനി വല്ല എന്തെങ്കിലും അലർജി ആണോ? പക്ഷെ അലർജി ഉണ്ടാവാൻ മാത്രമേ ഞാൻ ഒന്നും പുതിയതായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ട് അങ്ങനൊന്നുമില്ല. എന്താ അറിയില്ല. അപ്പോൾ 2 ആഴ്ചയായിട്ട് ഞാനിപ്പോൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിന് മുന്നേ വരെയൊക്കെ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സൺസ്ക്രീൻ. അപ്പോൾ അതിൻ്റെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഇതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു യെല്ലോ എന്താ പറയുക, ലെമൺ കളറുള്ള എന്താ പറയുക സൺസ്ക്രീൻ, ഇത് ഫോക്സ്ടെയിലിൻ്റെ തന്നെയാണ്. SPF 70 തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു മാറ്റിഫൈങ് സൺസ്ക്രീൻ ആണ്. അതായത് മറ്റേ നമ്മൾ കുറച്ച് ഗ്ലോ ഒക്കെ ഉണ്ടെച്ചെങ്കിൽ ഇത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ മുഖത്ത് ഇങ്ങനെ എണ്ണമെഴുക്ക് പോലെ ഇരിക്കണമെന്നൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ സൺസ്ക്രീനാണ് ഇത്. ബാക്കി എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെയാണ്. അതിനകത്തും വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, ഇതിനകത്തും വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, നിയാസിനമൈഡ് ഉണ്ട്. 2 സൺസ്ക്രീൻ്റെ അകത്തും നിയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. ബാക്കി സംഭവങ്ങളൊക്കെ ഒരേപോലെയാണ്. ഇത് 50 ml ബോട്ടിലാണ്, ഇത് 50 ml ബോട്ടിലാണ്. സംഭവമൊക്കെ ശരിയാണ്. ആകെ 2 എണ്ണത്തിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അത് ഗ്ലോയിങ് സൺസ്ക്രീൻ ആണ്, ഇത് മാറ്റിഫൈങ് സൺസ്ക്രീൻ ആണ്. രണ്ടും അടിപൊളിയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കൂടുതൽ ഇഷ്ടം എന്ന്. പക്ഷേ നമുക്ക് വേനൽക്കാലത്തേക്കൊക്കെ കുറച്ചുകൂടെ നന്നാവുക ഈ ഒരു സൺസ്ക്രീൻ ആയിരിക്കും കേട്ടോ. അധികം ഇങ്ങനെ എണ്ണയ്ക്കായി ഇരുന്ന് അലമ്പായിട്ട് വേർത്തൊക്കെ നടക്കുന്ന സമയമല്ലേ. അപ്പോൾ വേനൽക്കാലത്തേക്ക് കുറച്ചുകൂടി നല്ലവ ഒരു മാറ്റായിട്ടുള്ള ഒരു ഫിനിഷ് ലുക്ക് ആയിരിക്കും എന്ന് തോന്നുന്നു. വേനൽക്കാലത്തേക്ക് അതായിരിക്കും നന്നാവുക. അടുത്തത് ഫോക്സ്ടെയിലിൻ്റെ തന്നെ ഗ്ലോ സൺസ്ക്രീൻ ആണ്. ഗോൾഡൻ ഹവർ ഗ്ലോ സൺസ്ക്രീൻ. ഇത് SPF 50 ആണ് ഈ സൺസ്ക്രീനകത്ത് വന്നിട്ടുള്ളത്. ഇത് നോക്കുകയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇതിനകത്ത് വിറ്റാമിൻ സി ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്. ഇതൊരു നല്ലൊരു ഗ്ലോ തരുന്ന സൺസ്ക്രീൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു
എന്താ പറയുക, ഒരു പ്രത്യേക തരം നമുക്ക് ഇങ്ങനെ ഗോൾഡൻ ഗ്ലോ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കിട്ടുന്ന സൺസ്ക്രീനാണ്. ഈ സൺസ്ക്രീൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. നമുക്കാണെന്ന് വെച്ചാൽ ട്യൂബിനകത്ത് കുറച്ചേ ഉള്ളൂ. ഇതൊക്കെ ഉപയോഗിക്കുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ഇത് പോണായിട്ട് തോന്നിയിട്ടില്ല. 50 ml ബോട്ടിൽ തന്നെയാണ്, പാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ കുറച്ചേ ഉള്ളൂ തോന്നുന്നുണ്ട് പ്രോഡക്റ്റ് കേട്ടോ. കാണുമ്പോൾ നമുക്കിത് നിറയെ ഉണ്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല. എന്താ അറിയില്ല, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ 50 ml ഒക്കെ ഉണ്ടാവും. എന്തോ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കുറേ അധികം ഉള്ള പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. കയ്യിൽ കിട്ടുമ്പോൾ കുറേ ഉപയോഗിക്കാനുള്ളതുള്ള തോന്നലാണ്. ഇത് കാണുമ്പോൾ എനിക്ക് കുറച്ചേ ഉള്ളൂ തോന്നും. പെട്ടെന്ന് തീരണമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു സൺസ്ക്രീൻ. അത് മാത്രമേ എനിക്ക് കുറവായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി ഒക്കെ ഗ്ലോയും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലൊക്കെ തന്നെയാണ്. ഈ ബ്രാൻഡ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. മോയ്സ്ചറൈസർ ആയാലും ഒക്കെ ഫേസ് വാഷ് ആയാലും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. അതാണ് ഫോക്സ്ടെലിൻ്റെ 3 തരം സൺസ്ക്രീൻ, 3 എണ്ണം ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് മാമാ-എർത്തിൻ്റെ ഈ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു സൺസ്ക്രീൻ ആണ്. കുറേ എല്ലാവരും കണ്ടിട്ടുണ്ട്, വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം റിവ്യൂ ഒക്കെ ആമസോണിലൊക്കെ നല്ല രീതിക്ക് റിവ്യൂ ഒക്കെ ഉള്ള സൺസ്ക്രീൻ ആണ്. ഇത് 80 ഗ്രാമിൻ്റെ പാക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. മറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തിരി കൂടെ കൂടുതലുണ്ട്. പിന്നെ ഇതിനകത്ത് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്, ടർമറിക് അടങ്ങിയിട്ട് SPF 50 ആണ് ഉള്ളത്. ഗ്ലോയിങ് സൺസ്ക്രീൻ ആണ്. ഇതും അതെ, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഒരു 300-ൻ്റെ ഉള്ളിലൊക്കെ ഓൺലൈനായിട്ട് റേറ്റ് വരുന്ന സൺസ്ക്രീൻ ആണ് കേട്ടോ. ഈ എല്ലാതും ഇപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാതും. അടുത്തൊരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ യൂസ് ചെയ്തിരുന്നതായിരുന്നു ലാക്ടോ കലാമിൻ്റെ സൺസ്ക്രീൻ. ഏകദേശം 2021 മുതൽ 23 വരെ ആ ഒരു കൊല്ലം ഞാൻ 3 കൊല്ലം ഉപയോഗിച്ചിട്ടുള്ള സൺസ്ക്രീനാണ്. ഇപ്പം കഴിഞ്ഞു കേട്ടോ, ട്യൂബൊക്കെ കളഞ്ഞു ഞാൻ. അത് ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അത് 150 രൂപ എങ്ങാണ്ടാണ് സൺസ്ക്രീൻ്റെ റേറ്റ് വരുന്നത്. അപ്പം 50 ഗ്രാമിന് കേട്ടോ. പക്ഷെ 300 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 ഗ്രാമിൻ്റെ കിട്ടും. അതാണ് സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഗ്ലോയിങ് ഒക്കെ ആയിട്ടുള്ള സൺസ്ക്രീനാണ്. പക്ഷെ ഇത് മാതിരിത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവമല്ല. ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് എന്തോ കാര്യം ഇട്ടിട്ടുണ്ട് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു സൺസ്ക്രീൻ ആയിരുന്നു. അത് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എടുത്തത് ക്യാമറയിൽ കിട്ടണോ എന്ന് എനിക്ക് ഒരു പേടിയില്ല കേട്ടോ. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ആയാലും എനിക്ക് സമാധാനം കിട്ടുള്ളൂ. പിന്നെ ഒരു കിളി പോയ പോലെയാണ് ഇന്ന് ഞാൻ വീഡിയോയുടെ മുമ്പിൽ ഇരിക്കണേ. സാധാരണ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ എങ്ങനെ ഇരിക്കണേ, ഞാൻ എന്താ പറയണേ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഇന്ന് അതൊന്നുമില്ല. ഏത് കോലത്തിലിരിക്കണം ഒന്നും എനിക്കറിയില്ല. ഏത് മൂലക്കിലാണ് ഇരിക്കണേ, ഈ സൈഡാണോ ഈ സൈഡാണോ ഒന്നും എനിക്കറിയില്ല. എന്നെ മുഴുവനായിട്ട് കിട്ടണമെന്നും അറിയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വ്ളോഗ് ഞാൻ എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കാണാൻ പറ്റാണ്ട് എങ്ങനെയാണ് വ്ളോഗ് എടുക്കുക. ഫോണിലാണ്, എൻ്റെ ഫോണാണ് വെച്ചാൽ വീഡിയോ എടുക്കുന്ന അത്ര നല്ല ക്ലാരിറ്റിയുള്ള കണ്ടീഷൻ അല്ല. നിങ്ങൾക്കറിയാം, വീട്ടിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുമ്പം അത് കാണുമ്പോൾ അറിയാം, അത്ര അങ്ങോട്ട് നല്ലൊരു കണ്ടീഷനല്ല വീഡിയോ എടുക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ് ഇരിക്കണേ. ഒരു കിളി പോയ പോലെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു കിളി പോയ ലുക്കിലാണ് ഇരിക്കണേ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാണ് കാര്യം. ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ് ഇടാൻ പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ, ക്യാമറയൊക്കെ ശരിയാവട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കും കേട്ടോ. ടാറ്റാ.